Hello my dear students, welcome to Imaginous Academy. This is Afsal Haleef. Today we are going to discuss unit of thermal conductivity. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ബട്ട് ആ വീഡിയോയിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കുള്ള പോയിൻറ്റ് എഡിറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ അത് കട്ടായിപ്പോയി. സോ നമ്മളത് ഒന്നുകൂടെ ചെയ്യുകയാണ്. കാരണം ആ പോയിൻറ്റ് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പോയിൻ്റാണ് ഈ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ഒരു സില്ലി മിസ്റ്റേക്കാണ്. നമ്മളൊന്ന് ക്ലിയർ ചെയ്യും. എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ എന്താ ഫോർമുല ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറയുന്നത്? Q is equal to KA T1 minus T2 divided by L. ഇവിടെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി K is equal to എന്ത് ചെയ്യാം? K is equal to എന്താ? Q divided by area into L divided by T1 minus T2. ഓക്കെ അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ HMTയിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ യൂണിറ്റ് എന്താണ്? ഞാൻ ഫസ്റ്റ് ക്ലാസ് പഠിപ്പിച്ചിരുന്നു. വാട്ടിലാണെന്ന് പഠിപ്പിച്ചിരുന്നു. ഏരിയയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്തിലിടും? നമ്മൾ കെൽവിനിലിടും. സോ ഇവിടുന്ന് മീറ്റർ സ്ക്വയർ മീറ്ററും കട്ടായിപ്പോയി. തെർമൽ കണ്ടക്ടിവിറ്റി എന്തിൽ കിട്ടും? വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഇവിടം വരെ ആർക്കും സംശയം വരത്തില്ല. തെർമൽ കണ്ടക്ടിവിറ്റി യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. വാട്ട് പെർ മീറ്റർ കെൽവിൻ അല്ലാതെ ഒരു യൂണിറ്റ് കൂടെ ഉണ്ട്. ആർക്ക്? തെർമൽ കണ്ടക്ടിവിറ്റി. അതിതാണ് വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഇവിടെയാണ് കുട്ടികൾ മിസ്റ്റേക്ക് വരുന്ന പോയിന്റ്. കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഗിവൺ ഡേറ്റ വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസിലാണ് തരുന്നതെങ്കിൽ അവരതിനെ എന്ത് ചെയ്യും? ആ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യും. കുട്ടികൾ വിചാരിക്കുന്നത് ടെമ്പറേച്ചർ നമ്മൾ കെൽവിനല്ലേ സാധാരണ ചെയ്യാറുള്ളത്. സോ ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? വാട്ട് പെർ മീറ്റർ കെൽവിനിലാക്കി തന്നെ പ്രോബ്ലം ചെയ്യണം. ആ ഗിവൺ ഡേറ്റ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ തെറ്റിക്കഴിഞ്ഞാൽ പ്രോബ്ലം ആദ്യം മുതലേ തെറ്റി ഒരു മാർക്കിൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ കിട്ടത്തില്ല. ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു പോയിൻ്റാണ് സില്ലി മിസ്റ്റേക്ക്. അത് എന്തുകൊണ്ട് വരുത്തുന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ലെറ്റ് T1 ഈസ് ഈക്വൽ ടു 200 ഡിഗ്രി സെൽഷ്യസ് കൺസിഡർ ചെയ്യുക. ലെറ്റ് T2 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ T എത്രയാണ്? 200 മൈനസ് 100 ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ T1 നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 200 നിങ്ങൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ 200 പ്ലസ് 273 എന്ത് കിട്ടും? 473 കെൽവിൻ. T2 നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. 100 പ്ലസ് 273 എത്ര കിട്ടും? 373 കെൽവിൻ. ശ്രദ്ധിക്കൂ, T1 മൈനസ് T2 എന്ന ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 473 മൈനസ് 373 എത്രയാണ് കിട്ടുന്നത്? അഗെയിൻ ഇറ്റ് ഈസ് 100 കെൽവിൻ. ശ്രദ്ധിക്കണേ, കണ്ണ് തുറന്ന് നോക്കൂ. ഡെൽറ്റ T ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ ഡിഗ്രി സെൽഷ്യസും 100 ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ കെൽവിനും എത്രയാണ്? 100 ആണ്. ഇവിടുന്ന് മനസ്സിലായോ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും കെൽവിനിലാണെങ്കിലും രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ കെൽവിനിലാക്കാനും പോകണ്ട, കെൽവിനിലാണെങ്കിൽ അവൻ എന്തിലാക്കാനും പോകണ്ട? ഡിഗ്രിയിലാക്കാനും പോകണ്ട. രണ്ട് പേരും ഒന്നാണ്. റിമെമ്പർ, ടെമ്പറേച്ചർ ഡിഫറൻസിനാണ് ഞാൻ പറയുന്നത്, ടെമ്പറേച്ചർ അല്ല. T1 200 ആണ്, പക്ഷേ അതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് എത്രയായി മാറി? 473. അപ്പോൾ ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യണം, കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ടെമ്പറേച്ചർ ഡിഫറൻസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട? കൺവേർട്ട് ചെയ്യാൻ പോകണ്ട. ഓക്കെ, ഈ ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായത്. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയ ക്ലാസ് കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ മറ്റുള്ളവരിലേക്ക് ഈ ക്ലാസ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. താങ്ക് യു.